വെൽക്കം ബാക്ക് ടു ബേസിക്സ് ലെസൺസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെയും ട്രഡീഷണൽ മാർക്കറ്റിംഗിനെയും പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേംസ് ആണ്. റീച്ചിന്റെ കാര്യം പറയുന്ന സമയത്ത് ട്രഡീഷണൽ മാർക്കറ്റിംഗിന് റീച്ച് ലിമിറ്റഡ് ആണ്. ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് റീച്ച് നമുക്ക് പോലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്രയും വൈഡർ ആണ്. ഗ്ലോബൽ ഓഡിയൻസിനെ വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ടാർഗറ്റിംഗിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഓഡിയൻസിനെ അവരുടെ ലൊക്കേഷൻ, ജെൻഡർ, ഏജ്, ബിഹേവിയർ, ഇൻട്രസ്റ്റ് എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊട്ടും പോസിബിൾ അല്ല. കോസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു ബിസിനസ്സിനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോസ്റ്റ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വരുന്നത്. എന്നാൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. സ്മോൾ സ്കെയിൽ ബിസിനസ്സിന് അഫോർഡബിൾ അല്ല.